നമസ്കാരം. ഞാൻ ഷാനവാസ് വക്കീൽ. ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വന്നത് എനിക്ക് ഈ അടുത്ത ദിവസം വന്ന ഒരു കേസിനെ സംബന്ധിച്ചുള്ള ഒരു കാര്യം പറയുന്നതിന് വേണ്ടിയാണ്. 68 വയസ്സായ ഒരു മനുഷ്യൻ 53 ദിവസം ജയിലിൽ കിടന്ന്, നിരപരാധിയായ മനുഷ്യനാണ്, ജയിലിൽ കിടന്നു. അദ്ദേഹം ഇപ്പോൾ ജാമ്യത്തിലാണ്. അപ്പോ 65 വയസ്സ് വരെ അദ്ദേഹം വിദേശ രാജ്യത്ത് ജോലി ചെയ്തു, അധ്വാനിച്ച് 3 പെൺമക്കളെയൊക്കെ കല്യാണം കഴിച്ചയച്ചു, നാട്ടിൽ വന്നു, വിശ്രമ ജീവിതം നയിച്ചു വരവേ ഒരു ദിവസം ഭാര്യ പറഞ്ഞു, പിന്നെ വീട്ടിൽ പർപ്പടമില്ല എന്ന് പറഞ്ഞു. 10-12 മണിയായപ്പോൾ പറഞ്ഞു പർപ്പടം കൂടെ കിട്ടിയിരുന്നുണ്ടെങ്കിൽ നന്നായിരുന്നേനെ എന്ന് പറഞ്ഞു. അപ്പൊ ബിരിയാണിയും എന്താ കണ്ടേ ഉണ്ടാക്കി വെച്ചൊക്കെയാണ്. അപ്പോൾ പറഞ്ഞു ശരി ഞാൻ പോയി പർപ്പടം വാങ്ങിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞ് ഇദ്ദേഹം ബൈക്കും എടുത്ത് ഹെൽമെറ്റൊക്കെ വെച്ച് റിമോട്ട് ഏരിയയിൽ നിന്നാണ് വന്ന് മെയിൻ റോഡിൽ വന്ന്, മെയിൻ കടയിൽ വന്ന്, ജംഗ്ഷനിൽ വന്നുള്ള കവലയിൽ വന്ന് പർപ്പടം വാങ്ങിക്കുന്നതിന് വേണ്ടി വന്നു. അപ്പോൾ വരുന്ന വഴിമധ്യേ വെച്ച് ഒരു ചെറുപ്പക്കാരൻ കൈ കാണിച്ചു. അവിടെ നിന്ന് ജംഗ്ഷനിലേക്ക് എത്താൻ വേണ്ടി തന്നെ 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ ഈ ചെറുപ്പക്കാരൻ കൈ കാണിച്ചതും അവിടെ നിർത്തി അദ്ദേഹത്തിനെ കയറ്റി. എവിടെ പോയി എന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്തൊരു സ്ഥലം വരെ വന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹം സംസാരിച്ച് വന്ന് ജംഗ്ഷനിലെത്തിയപ്പോൾ പോലീസ് കൈ കാണിച്ചു വണ്ടിയാണ്. അപ്പൊ ഈ ബാക്കിലിരിക്കുന്ന പയ്യന് ഹെൽമെറ്റ് ഇല്ല. അപ്പോൾ കൈ കാണിച്ചപ്പോൾ ഇദ്ദേഹം പെട്ടെന്ന് വണ്ടി നിർത്തിയപ്പം ഈ ബാക്കിൽ ഇരുന്ന പയ്യൻ എടുത്താടി എഴുന്ന ഓടി. പോലീസ് ഓട്ടിച്ചിട്ട് പിടിച്ചു അവനെ. എന്നിട്ട് ഇയാളുടെ ഈ വണ്ടി ഓടിച്ചു വന്ന ഇദ്ദേഹത്തിന്റെ ചാബി ഊരിയെടുത്തു. നിൽക്കാൻ പറഞ്ഞു. അപ്പം പറഞ്ഞു സാർ ഇങ്ങനെ വഴിയിൽ വന്ന് കയറ്റിയതാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആൾക്കാരെല്ലാം ഇവിടെ കൂടി. ആൾക്കാരെല്ലാം കൂടിയിട്ട് അവർ പറഞ്ഞു ഇതിനകത്ത് ഇദ്ദേഹം മാന്യനാണ്, 68 വയസ്സുള്ള ഗൾഫിൽ നിന്ന് അധ്വാനിച്ച് വന്ന ഒരു മനുഷ്യനാണ്, 3 മക്കളെയൊക്കെ കൊണ്ട് മാന്യമായി ജീവിക്കുന്ന ആളാണ് എന്നൊക്കെ നാട്ടുകാർ എല്ലാവരും പറഞ്ഞു. പക്ഷേ പോലീസ് പറഞ്ഞു ഒരു കാരണവശാലും ഞങ്ങൾക്ക് ഇദ്ദേഹത്തിനെ വിടാൻ പറ്റില്ല, കാരണം നമുക്ക് സ്റ്റേഷനിൽ പോയി സംസാരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ സ്റ്റേഷനിൽ വെച്ച് അവിടെ വന്ന് വാർഡ് മെമ്പറെ വിളിച്ചു. ആ വാർഡ് മെമ്പറുടെ സാന്നിധ്യത്തിൽ മാസ്റ്റർക്ക് തയ്യാറാക്കി പിടിച്ചെടുത്ത സാധനങ്ങളെ MDMA ബാഗ് പരിശോധിച്ചു. ബാഗ് പിടിച്ചുകൊണ്ടുവന്ന പയ്യനെ ബാഗ് പരിശോധിച്ചപ്പോൾ അതിനകത്ത് MDMA ആയിരുന്നു, ഹൈ ക്വാളിറ്റിയിലുള്ള MDMA ആയിരുന്നു. പിടിക്കപ്പെട്ടു. അതിനിടയ്ക്ക് പത്രക്കാർ മറ്റുള്ള ചാനലുകളും എല്ലാം ഓടിയെത്തി അവിടെ വന്ന് ഈ വാർഡ് മെമ്പറുടെ സാന്നിധ്യത്തിൽ മാസ്റ്റർക്ക് തയ്യാറാക്കി നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് ശേഷം പറഞ്ഞു പോലീസിന്റെ അടുത്ത് അവരുടെ ഭാഷ്യം അവരുടെ പറയുന്നതും ശരിയായ ഒരു കാര്യമാണ് അവർ പറയുന്നത്. കാരണം ഈ സാധനം എങ്ങനെ കിട്ടി, ആരുടെയിലാണ് ക്യാരിങ് നടത്തിയത്, ആരുടെ വണ്ടിയിലാണ് വന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഘടകമാണ്. ആ വണ്ടി കസ്റ്റഡിയിലെടുക്കണം, ആ വണ്ടി ഓടിച്ചിരുന്ന ഡ്രൈവറെ എടുക്കണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ കേസ് ഫ്രെയിം ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അതല്ലാതെ ഇവനെ മാത്രം അവിടെ നിർത്തി പിടിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അതിനകത്ത് സെൻസേഷനിലായതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇദ്ദേഹത്തിന് കൂടെ പ്രതികരിച്ചേ പറ്റുമെന്ന് നിങ്ങൾ കോടതിയിൽ പറഞ്ഞോ എന്ന് പറഞ്ഞു. കോടതിയിൽ വന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു നിങ്ങൾ 19 ദിവസം നിങ്ങൾ കിടക്കേണ്ടി വരും. ഇതിനകത്ത് MDMA ആണ്, ഹൈ ക്വാണ്ടിറ്റിയിലുള്ളതാണ്, നിങ്ങൾ കുറ്റം ചെയ്തില്ല എന്നറിയാം, പക്ഷേ